ആട്ടിൻകുട്ടി ചെന്നായോട് പറഞ്ഞത്. പുതുതലമുറയിൽ ഒരു ആട്ടിൻകുട്ടിയോട് പഴയ പതിവനുസരിച്ച് ഒരു മുതിർന്ന ചെന്നായ തൻ്റെ പൂർവികർ പറഞ്ഞ അതേ ന്യായം ഉന്നയിച്ചു. നീയല്ലെങ്കിൽ നിന്റെ മുതുമുത്തച്ഛന്മാർ എൻ്റെ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കലക്കി വെച്ചു. അതിനാൽ നിന്നെ ഞാൻ ശാപ്പാടാക്കാൻ പോകുന്നു. മനസാന്നിധ്യം കൈവിടാതെ ആട്ടിൻകുട്ടി ചിരിച്ചു. പ്രതീക്ഷിക്കാത്ത ആ ചിരി കണ്ട് ചെന്നായ വേണ്ടത്ര ആശയക്കുഴപ്പത്തിലായി എന്നുറപ്പായപ്പോൾ നമ്മുടെ സ്മാർട്ട് ലാമ്പ് പറഞ്ഞു, ഞാൻ വലുതായി എനിക്ക് കുട്ടികൾ ഉണ്ടാകും മുമ്പ് നീ എന്നെ തിന്നാൽ നിന്റെ കുട്ടികൾ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അതിനാൽ നീ വല്ല മുതുക്കനാടിനെയും കണ്ടുപിടിച്ച് ഭക്ഷണമാക്കാൻ നോക്ക്. ഇപ്പറഞ്ഞതിലെ യുക്തി ചെന്നായയെ കീഴടക്കിയതോടെ യുവതുർക്കി ഇത്രയും കൂടി അറിയിച്ചു. നിന്റെ വംശം നിലനിൽക്കണമെന്ന മോഹമുണ്ടെങ്കിൽ നീയും നിന്റെ ആളുകളും മേലിൽ ഒരു ആട്ടിൻകുട്ടിയെയും ഉപദ്രവിക്കരുത്. മനസ്സിലായോ? തല കുലുക്കി ശീലമില്ലാത്തതിനാൽ ചെന്നായ വാലാട്ടി. സമ്മതമറിയിക്കാൻ വാക്കുകൾ വശമില്ലാത്തതിനാൽ നീട്ടി ഓലിയിടുകയും ചെയ്തു. താങ്ക് യു.